ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. അസോസിയേഷൻ, സമാജം. അപ്പോൾ എന്താണ് അസോസിയേഷൻ എന്ന് പറയുന്നത്? അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന് നമ്മൾ നിത്യജീവിതത്തിൽ പലതവണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്ന വാക്കിന് സോഷ്യോളജിയിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് സോഷ്യോളജിയിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിനോ അല്ലെങ്കിൽ പരിമിതമായ ഉദ്ദേശങ്ങൾക്കോ വേണ്ടി സംഘടിക്കുന്ന ജനങ്ങളുടെ സംഘത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് പൊതുവായ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ജനങ്ങൾ രൂപീകരിക്കുന്ന ഒരു സാമൂഹ്യ ഗ്രൂപ്പിൻ്റെ പേരാണെന്ത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിത്യജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള അസോസിയേഷനുകൾ കാണാൻ പറ്റും. സ്കൂളിലെ പേരൻസ് ടീച്ചർ അസോസിയേഷന്, അതായത് PTA, അതുപോലെ തന്നെ സ്റ്റുഡൻസ് അസോസിയേഷന്, ഇങ്ങനെ ധാരാളം അസോസിയേഷനുകൾ നമ്മളെ സമൂഹത്തിൽ കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സംഘടിച്ചിട്ടുള്ള ജനങ്ങളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? അസോസിയേഷൻ. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. മീനിങ് ഓഫ് അസോസിയേഷൻ. അപ്പം മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ നേടാനായിട്ട് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ പല കാര്യത്തിനും മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി സംഘടിക്കപ്പെട്ട സന്നദ്ധ സംഘടനകളെയാണ് നമ്മൾ അസോസിയേഷൻ അല്ലെങ്കിൽ സമാജം എന്നൊക്കെ വിളിക്കുന്നത്. ചില പ്രത്യേക ലക്ഷ്യം നേടാനായിട്ട് സംഘടിക്കപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ പേരാണെന്ത്? അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത അസോസിയേഷനുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ്റെ എല്ലാ താല്പര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ഒറ്റ സംഘടന ഇന്ന് നിലവിലില്ല. കാരണം മനുഷ്യന് പലതരത്തിലുള്ള താല്പര്യങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. ഇതൊക്കെ നിറവേറ്റാൻ കഴിയുന്ന ഒറ്റൊരു സംഘടനക്ക് ഒരിക്കലും പറ്റൂല. അതുകൊണ്ടാണ് മനുഷ്യന് പല അസോസിയേഷനുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി തന്നെ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പല അസോസിയേഷനുകളിൽ അംഗമാവാൻ സാധ്യതയുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ മനുഷ്യന് അവൻ്റെ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി രൂപീകരിച്ച സന്നദ്ധ സംഘടനകളാണ് അല്ലെങ്കിൽ സാമൂഹ്യ ഗ്രൂപ്പുകളുടെ പേരാണ് എന്ത്? അസോസിയേഷൻ എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും അസോസിയേഷൻ്റെ ഉദ്ദേശം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് അസോസിയേഷൻ. അസോസിയേഷൻ്റെ നിർവചനങ്ങളാണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ ചില നിയമങ്ങൾക്ക് അനുസരിച്ച് പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അസോസിയേഷൻ. അപ്പോൾ പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഗ്രൂപ്പിൻ്റെ പേരാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേഷന് വ്യത്യസ്ത സോഷ്യോളജിസ്റ്റുകൾ വ്യത്യസ്ത നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ് മേക്കൈവർ, പേജ് എന്ന് പറയുന്ന രണ്ട് സോഷ്യോളജിസ്റ്റുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ മേക്കൈവറും പേജും എന്താ പറയുന്നത്? സമാന മനസ്കരായ ആളുകൾ ഏതെങ്കിലും ഒരു താല്പര്യമോ അല്പം ചില താല്പര്യങ്ങളോ സംരക്ഷിക്കാൻ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതിനായി ബോധപൂർവം രൂപീകരിച്ച ഒരു സംഘടനയാണ് അസോസിയേഷൻ. അപ്പോൾ ഇവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? അസോസിയേഷനിലെ അംഗത്വം ചില നിയമങ്ങൾക്ക് വിധേയമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചില നിയമങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അവരെപ്പോഴും എന്താണ്? പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു അസോസിയേഷനിൽ സമാന മനസ്കരായ ആളുകളാണ്, ഒരേ മനസ്സുള്ള ആളുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അസോസിയേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരേ മനസ്സുള്ള ആളുകൾ പൊതുവായ ലക്ഷ്യം നേടാൻ വേണ്ടി നിയമപരമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. അത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഒരു സംഘടനൻ്റെ പേരും കൂടിയാണ് എന്ത്? അസോസിയേഷൻ എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇതാണ് അസോസിയേഷന് മേക്കൈവറും പേജും നൽകുന്ന നിർവചനം. ഇനി ബൊഗാർഡസിൻ്റെ അഭിപ്രായത്തിൽ പൊതുവായ ലക്ഷ്യം പൂർത്തീകരിക്കാനായി ഒന്നിച്ച ജനങ്ങളുടെ ഗ്രൂപ്പിനെയാണ് അസോസിയേഷൻ എന്ന് അദ്ദേഹം വിളിക്കുന്നത്, അല്ലേ? പൊതുവായ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഒന്നിച്ച ജനങ്ങളുടെ ഗ്രൂപ്പാണ് ഇത് അസോസിയേഷൻ എന്നാണ് ബൊഗാർഡസ് പറയുന്നത്. അപ്പോൾ ഒരു പൊതുവായ ലക്ഷ്യം നേടാൻ വേണ്ടി ബോധപൂർവം ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ പേരാണെന്ത്? അസോസിയേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സ്റ്റുഡൻസ് യൂണിയന്, അതുപോലെ തന്നെ പേരൻസ് ടീച്ചർ അസോസിയേഷന്, ഇതൊക്കെ എന്തിന് ഉദാഹരണമായിട്ട് പറയാം? അസോസിയേഷൻ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻ. സമാജത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഒരു അസോസിയേഷൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഒന്നാമത്തത് അസോസിയേഷൻ ഈസ് എ ഹ്യൂമൻ ഗ്രൂപ്പ്, അല്ലേ? മനുഷ്യരുടെ സംഘത്തെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരുപാട് മനുഷ്യന്മാർ ചേർന്ന ഒരു സംഘത്തെയാണ് നമ്മൾ സമാജം അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. മനുഷ്യരുടെ ലക്ഷ്യങ്ങൾ നേടാനാണ് അസോസിയേഷന് രൂപീകരിക്കാറുള്ളത്. അതിനാൽ മനുഷ്യർ
ഇവിടെ സംഘം ഉണ്ടെങ്കിലേ ഒരു സമാജത്തിന് ഒരു അസോസിയേഷന് നിലനിൽപ്പുള്ളൂ എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാർ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ്. മനുഷ്യന്മാരില്ലാതെ, മനുഷ്യരുടെ ഒരു സംഘമില്ലാതെ സമാജം അല്ലെങ്കിൽ അസോസിയേഷന് നിലനിൽപ്പില്ല എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പം മനുഷ്യരുടെ ഒരു സംഘത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? സമാജം അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് വിളിക്കാറുള്ളത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അസോസിയേഷൻ്റെ രണ്ടാമത്തെ സവിശേഷത ജനറൽ ഓർ സ്പെസിഫിക് ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യം ഒരു അസോസിയേഷന് ഉണ്ടായിരിക്കണം. അപ്പോൾ പൊതുവായ ലക്ഷ്യവും താല്പര്യം ഉള്ളവരുടെയും ഗ്രൂപ്പിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സ്റ്റുഡൻസ് അസോസിയേഷന്, ആണല്ലോ. അപ്പോൾ ഒരാൾ രാഷ്ട്രീയ താല്പര്യമുള്ള ഒരാളെ രാഷ്ട്രീയ പാർട്ടിയിലോ രാഷ്ട്രീയപരമായിട്ട് രൂപീകരിച്ച അസോസിയേഷനിലോ ചേരുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പൊതുവായ താല്പര്യമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? അസോസിയേഷൻ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ പൊതുവായ ലക്ഷ്യം നേടാനും പൊതുവായ താല്പര്യം നേടാനും രൂപീകരിച്ച ജനങ്ങളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊതുവായ താല്പര്യമുള്ള ഒരുപാട് പേര് ചേരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുക? ഒരു അസോസിയേഷനായിട്ട് മാറുക. അപ്പോൾ പൊതുവായ താല്പര്യം എന്തിനു വേണം? ഒരു അസോസിയേഷന് നിർബന്ധമാണ്. മനസ്സിലായോ? ഇനി അസോസിയേഷൻ്റെ മൂന്നാമത്തെ പ്രത്യേകത സെൻസ് ഓഫ് കോപ്പറേറ്റീവ് സ്പിരിറ്റ്, സഹകരണ മനോഭാവം ഏതൊരു അസോസിയേഷനും അത്യാവശ്യമാണ്. അപ്പോൾ ഒരു അസോസിയേഷനിലെ അംഗങ്ങൾ പൊതുവായ ഉദ്ദേശത്തോടെ ഒന്നിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്, അല്ലേ? സഹകരണം ഇല്ലാതെ ഒരു അസോസിയേഷന് നിലനിൽപ്പ് ഇല്ല. സഹകരണം എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പൊതുവായ ലക്ഷ്യം നേടാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതെന്തായി മാറുക? ഒരു അസോസിയേഷനായിട്ട് മാറുക. അപ്പോൾ സഹകരണമില്ലാതെ അസോസിയേഷന് എന്തില്ല? നിലനിൽപ്പില്ല എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തെ പ്രത്യേകത എന്താ? റെഗുലേഷൻ ഓഫ് റിലേഷൻസ്, അല്ലേ? ബന്ധങ്ങൾ നിയന്ത്രിക്കാൻ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അസോസിയേഷനിലെ അംഗങ്ങൾ തമ്മിൽ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലായിരിക്കണം അവരുടെ പെരുമാറ്റം എന്ന് തീരുമാനിക്കുന്ന കുറേ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏതൊരു അസോസിയേഷനും ഉണ്ടാകും. മനസ്സിലായോ? അതായത് അംഗങ്ങൾ അച്ചടക്കത്തോടെ പെരുമാറുമ്പോൾ മാത്രമേ, അംഗങ്ങൾ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു അസോസിയേഷന് അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അസോസിയേഷൻ നേതാവിനെ സംബന്ധിച്ച് അംഗങ്ങളുടെ അച്ചടക്കം വളരെ നിർബന്ധമാണ്. അച്ചടക്കരഹിതമായ അംഗങ്ങളെ വെച്ചിട്ട് ഒരു അസോസിയേഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റൂല. അപ്പോൾ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏതൊരു അസോസിയേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെ അസോസിയേഷന് നിലനിൽപ്പില്ല. മനസ്സിലായോ? ഇതാണ് അസോസിയേഷൻ്റെ നാലാമത്തെ സവിശേഷത. ക്ലിയർ ആണല്ലോ. ഇനി അസോസിയേഷൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത അസോസിയേഷൻ ആസ് ഏജൻസീസ്, സമാജം അല്ലെങ്കിൽ അസോസിയേഷൻ ഒരു ഏജൻസി എന്ന നിലയിൽ നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവായ ലക്ഷ്യം നേടാനായിട്ട് അംഗങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് എന്ത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് നേതാക്കന്മാർ വേണം, അതിൽ പ്രതിനിധികളും ഉണ്ടാവണം. അപ്പോൾ നിയമസാധുതയുള്ള ഒരു സംഘടന കൂടിയാണ് ഏത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേഷന് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഏത്? അസോസിയേഷൻ എന്നെന്ത് ചെയ്യാം? മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി ദി ഡ്യൂറബിലിറ്റി ഓഫ് അസോസിയേഷൻ, അസോസിയേഷൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഒരു അസോസിയേഷന് രൂപീകരിക്കുന്നതിന് ദീർഘകാലത്തേക്കോ അല്ലെങ്കിൽ ഹ്രസ്വകാലത്തേക്കോ ആവാം. ഒരു അസോസിയേഷന് രൂപീകരിക്കേണ്ടത് ഒന്നുകിൽ ദീർഘകാലത്തേക്കാവാം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ആവാം. അപ്പോൾ ചില അസോസിയേഷനുകൾ വളരെ ദീർഘകാലം പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളുണ്ട്. എന്നാൽ ചില അസോസിയേഷനുകൾ വളരെ കുറഞ്ഞ കാലത്തേക്ക് പ്രവർത്തിക്കുന്ന, ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിരിച്ചുവിടുന്ന അസോസിയേഷനുകളുണ്ട്. അപ്പോൾ മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടന, ഇതൊക്കെ ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളാണ്. എന്നാൽ താൽക്കാലിക സ്വഭാവമുള്ള അസോസിയേഷനുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അറിയപ്പെടുന്ന എഴുത്തുകാരുടെ അല്ലെങ്കിൽ കലാകാരന്മാരുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് അവരുടെ കാലഘട്ടം കഴിയുന്നതോടുകൂടി ആ സംവിധാനം എന്ത് ചെയ്യും? പിരിച്ചുവിടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന അസോസിയേഷനുണ്ട്, എന്നാൽ ഹ്രസ്വകാലത്തേക്ക് നിലനിൽക്കുന്ന അസോസിയേഷനുണ്ട്. ഇതാണ് അസോസിയേഷൻ്റെ ഡ്യൂറേഷനെ പറ്റി, ഡ്യൂറബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഒരു അസോസിയേഷൻ്റെ 6 പ്രധാനപ്പെട്ട സവിശേഷതകൾ. മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. അസോസിയേഷനും സമുദായവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ വ്യത്യാസങ്ങളും നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തത്, ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ബോധപൂർവം ഉണ്ടാക്കിയ സംഘടനകളുടെ പേരാണ് അസോസിയേഷൻ, അല്ലേ? അപ്പോൾ അസോസിയേഷന് ചില പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണ്. എന്നാൽ
കമ്മ്യൂണിറ്റി. സമുദായം എന്ന് പറയുന്നത് പ്രത്യേക ആവശ്യം നിറവേറ്റുക, പ്രത്യേക ലക്ഷ്യം നേടുക എന്നുള്ളതല്ല സമുദായത്തിൻ്റെ ഉദ്ദേശം. അത് സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്നതാണ്. അപ്പോൾ അസോസിയേഷന് ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ്. ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടലാണ് അസോസിയേഷൻ്റെ ഉദ്ദേശമെങ്കിൽ സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിൻ്റെ ഉദ്ദേശം എന്താണ്? അത് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം നേടലല്ല അതിൻ്റെ ഉദ്ദേശം. എന്നാൽ സമുദായം ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതല്ല, അത് സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് രൂപീകരിക്കപ്പെട്ടു വന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കുക. ഒരു സമുദായത്തിനകത്ത് ധാരാളം അസോസിയേഷനുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ധാരാളം അസോസിയേഷൻ ഉണ്ടാവും. എന്നാൽ സമുദായത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. അസോസിയേഷൻ്റെ ഉള്ളിൽ സമുദായം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സമുദായത്തിനുള്ളിൽ ധാരാളം അസോസിയേഷനുകൾ ഉണ്ടാവും. എന്നാൽ അസോസിയേഷനുള്ളിൽ അല്ല സമുദായം. സമുദായത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം എന്ത്? അസോസിയേഷൻ എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ പ്രത്യേകത നോക്കുക. അസോസിയേഷന് താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ഗ്രൂപ്പാണ് അല്ലേ? അസോസിയേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു സാമൂഹ്യ ഗ്രൂപ്പായി മാറാം. എന്നാൽ സമുദായം എന്ന് പറയുന്നത് താരതമ്യേന സുസ്ഥിരമായിട്ടുള്ള ഒരു സാമൂഹ്യ ഗ്രൂപ്പാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ഗ്രൂപ്പാണ് ഏത്? കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമുദായം. എന്നാൽ താൽക്കാലിക സ്വഭാവമുള്ളതാണ് ഏത്? അസോസിയേഷൻ. അസോസിയേഷന് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ അത് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, സമുദായം എന്ന് പറയുന്നത് അത് എന്നും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ. ഇനി നാലാമത്തത് എന്താ? ഒരു അസോസിയേഷനിലെ അംഗത്വം നമ്മുടെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ലഭിക്കുന്നതാണ്. അതായത് ഒരാൾക്ക് ഇഷ്ടമുള്ള അസോസിയേഷനിൽ ചേരാം. ഒരാൾക്ക് ഇഷ്ടമുള്ള അസോസിയേഷനിൽ ചേരാൻ പറ്റും. അത് നമ്മളെ തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് അസോസിയേഷൻ തീരുമാനിക്കുന്നത്. എന്നാൽ സമുദായത്തിലെ അംഗത്വം അങ്ങനെയല്ല. അത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന, സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. അത് ജന്മം കൊണ്ട് ലഭിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ സമുദായത്തിലെ അംഗത്വം നമുക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന, നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണെങ്കിൽ അസോസിയേഷനിലെ അംഗത്വം എങ്ങനെ കിട്ടുന്നതാ? അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു അസോസിയേഷനിൽ ചേരാൻ പറ്റും. മനസ്സിലായോ? അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള അഞ്ചാമത്തെ വ്യത്യാസം നോക്കുക. അസോസിയേഷന് നിലനിൽക്കാൻ നമ്മളൊന്ന് എന്ന വികാരം ആവശ്യമില്ല. അപ്പോൾ നമ്മളൊന്ന് എന്നുള്ള ബോധം ഒരു അസോസിയേഷന് ആവശ്യമില്ല. എന്നാൽ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് നമ്മളൊന്ന് എന്ന വികാരം അത്യാവശ്യമാണ്. അപ്പോൾ ഒരു സമുദായം നിലനിൽക്കുന്നത് തന്നെ നമ്മളൊന്ന് എന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സമുദായത്തിന് നമ്മളൊന്ന് എന്ന വികാരം അത്യാവശ്യമാണ്. പക്ഷേ അസോസിയേഷന് നമ്മളൊന്ന് എന്ന വികാരം അത്യാവശ്യം ഇല്ല. മനസ്സിലായോ? ഇതാണ് രണ്ടും തമ്മിലുള്ള അഞ്ചാമത്തെ വ്യത്യാസം. ആറാമത്തെ എന്താ? അസോസിയേഷനുകൾ ഔപചാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അസോസിയേഷൻ ഓഫീസും അത് പ്രവർത്തിക്കാൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ സമുദായ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമല്ല. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കാൻ ഒരു ഓഫീസൊന്നും ആവശ്യമില്ല. അപ്പോൾ അസോസിയേഷന് ഔപചാരികമായിട്ടായതുകൊണ്ട് അതിന് ഓഫീസ് പ്രവർത്തനത്തിന് ഉണ്ടാവും. എന്നാൽ സമുദായത്തിന് ഔപചാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നല്ലാത്തതുകൊണ്ട് അതിന് ഓഫീസിൻ്റെ ആവശ്യമില്ല. ഏഴാമത്തെ കാര്യം എന്താണ്? അസോസിയേഷന് ലിഖിത നിയമങ്ങളുണ്ടാവും. എഴുതപ്പെട്ട നിയമങ്ങൾ എപ്പോഴും അസോസിയേഷൻ ഉണ്ടാവും. എന്നാൽ സമുദായത്തിന് എഴുതപ്പെട്ട നിയമങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അസോസിയേഷനും സമുദായവും തമ്മിലുള്ള അവസാനത്തെ വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.